ഇന്ന് മറ്റുള്ളവരെ പേടിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് ചില ആളുകൾക്ക് എന്ത് ചെയ്യാനും പേടിയാണ്. നമ്മൾ എന്ത് ചെയ്യാൻ സ്വന്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാനും, നമ്മുടെ വീട്ടിലെന്ത് ചെയ്യാനും, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ വർക്കോ എന്തോ ആയിക്കോട്ടെ, എന്ത് ചെയ്യാനും അവർക്ക് പേടിയാണ്. നമ്മുടെ സ്വന്തമായ ആവശ്യങ്ങൾ ചെയ്യാൻ വരെ പേടിയുള്ള ആളുകളുണ്ട്. അതായത് അവർ വിചാരിക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അവരെന്ത് കരുതും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മുടേതായ പല ആഗ്രഹങ്ങളും പല ഇഷ്ടങ്ങളും ചെയ്യാതെ ജീവിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുക. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമൂഹത്തിനും കൂടിയിട്ട് ബുദ്ധിമുട്ടില്ലാത്ത ഇഷ്ടങ്ങളായിരിക്കണം നമ്മുടെ ഇഷ്ടങ്ങൾ. അതായത് ഞാൻ എന്തും ചെയ്യും, എൻ്റെ ഇഷ്ടമാണെന്ന് പറയുന്നതിൽ കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന ഇഷ്ടങ്ങൾ നമ്മുടെ സമൂഹത്തിനും ദ്രോഹമില്ലാത്ത രീതിയിലുള്ള എന്തൊരു ഇഷ്ടം നമുക്ക് ചെയ്യാനും ആരും പേടിക്കേണ്ട കാര്യമില്ല. അത് നമുക്ക് ചെയ്യാം. പക്ഷേ നമ്മുടെ ഇഷ്ടങ്ങൾ അത് സമൂഹത്തിനൊരു ബുദ്ധിമുട്ടായി മാറുകയാണെങ്കിൽ, നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിലുള്ളവർക്കും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായി മാറുകയാണെങ്കിൽ അങ്ങനത്തെ ഇഷ്ടങ്ങൾ നമ്മൾ ഉപേക്ഷിക്കണം. അല്ലാത്ത പക്ഷം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാം. മറ്റുള്ളവരെ ആരും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ. നമ്മുടെ ജീവിതം നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനുള്ളതാണ്. അപ്പോൾ ആ ഇഷ്ടമുള്ള പോലെ നമ്മൾ ജീവിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിലുണ്ട്. അതുകൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അല്ലാതെ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരെ പേടിച്ച് അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പല ഇഷ്ടങ്ങളും നമ്മൾ മാറ്റി വെച്ച് ജീവിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് നമ്മൾ ചെയ്യുന്നും വേണം. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം മാത്രം അതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഇഷ്ടങ്ങൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്ടങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ജീവിക്കണം.